എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VI എന്ന് പറഞ്ഞിട്ടൊരു ഷെയർ ഉണ്ട്. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 രൂപ അല്ലെങ്കിൽ 8.90 8.60 എന്നാണ്. ഇപ്പം ആ സാധനം 7.60, അതായത് 1 രൂപയുടെ വ്യത്യാസത്തിൽ കുറഞ്ഞിട്ടുണ്ട്. ഇതൊരു നല്ലൊരു കുറവാണ്. അപ്പോൾ പൈസയും കാര്യങ്ങളുള്ളവരഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ഒരു 50,000 രൂപയ്ക്കെങ്കിലും വാങ്ങിയിട്ട് കഴിഞ്ഞാൽ 50,000 രൂപയുടെ മാറ്റം നമുക്ക് കിട്ടും. എങ്ങനെ പോയാലും ഒരു മാസത്തിനുള്ളിൽ ആ സാധനം കൂടുന്നുള്ള കാര്യം കൺഫേം ആണ്. അപ്പോൾ പൈസ കാര്യങ്ങളുള്ളവരഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിക്കും. ചില ആൾക്കാർ ഇങ്ങനെ ഷെയറിൻ്റെ റേറ്റും കാര്യങ്ങളും കുറയണ സമയം നോക്കി വാങ്ങാമെന്ന് ഉദ്ദേശിച്ച് നിൽക്കുന്ന ആൾക്കാരഞ്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു സമയമാണ്. നല്ലൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷെയർ വാങ്ങാൻ പറ്റിയ നല്ലൊരു സമയം. ഇപ്പം മൊത്തത്തിൽ എല്ലായിടത്തും ഷെയറിൻ്റെ റേറ്റൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ നന്നായി ചിന്തിക്കുക, ഈ പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്താലും നഷ്ടപ്പെട്ടു പോവില്ല എന്നൊരു മനസ്സുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സ് വേണം, എന്നാൽ മാത്രം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഈ ഷെയറിൻ്റെ റേറ്റ് കുറയണ സമയത്ത് വേണം നമ്മൾ ഷെയർ വാങ്ങാൻ. അല്ലാണ്ട് കൂടിയ സമയത്ത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ട് മാത്രമായിട്ട് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു ഗ്രോത്ത് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഷെയർ റേറ്റ് കുറഞ്ഞ സമയത്ത് വാങ്ങണം. എന്നാൽ മാത്രമാണ് പെട്ടെന്ന് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണത് ഈ ഒരു ടൈമാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു ഷെയർ ആയാലും ഈ വോഡാഫോൺ VI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഷെയറാണ്. മാർക്കറ്റിൽ ഇപ്പോൾ നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ഷെയറാണ് VI എന്ന് പറഞ്ഞ ഷെയർ. അപ്പോൾ അതൊരു വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരഞ്ച് കഴിഞ്ഞാൽ നല്ലൊരു ടൈമാണ്. ഞാനൊരു 50,000 എന്ന് ഉദ്ദേശിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം ഒരു 50,000 വേണ്ടേ. 5,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ 5,000 ലാഭം. അപ്പോൾ നമ്മളതൊരു മിനിമം ഒരു 50,000 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 50,000-ൻ്റെ ഒരു ഹൈക്ക് നമുക്ക് ഷുവർ ഷോർട്ടായിട്ട് കിട്ടും. പിന്നെ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യണം. അല്ലാത്തവർ ഞാൻ ഒരിക്കലും പുഷ് ചെയ്യില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഞാൻ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങണമെന്നില്ല കേട്ടോ. ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ ആയിട്ട് കൺസിഡർ ചെയ്യരുത് ആരും. ഇതൊരു എന്താ പറയുക, ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരയച്ചു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.